കൊടുങ്ങല്ലൂർ പൊയ്യ എന്നൊരു സ്ഥലത്താണ്. ഇവിടെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കണ്ട് ഞങ്ങളിവിടെ വന്നതാണ്. ഇവിടെ കയറിയപ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നല്ല ഇതെന്താണ് അവൻ അങ്ങോട്ടുള്ള കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്ഥലം നമ്മുടെ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പാലം ഇറങ്ങി കഴിയുമ്പോൾ ഇല്ലേ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, അതിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ പൊയ്യ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ പുഴയുടെയൊക്കെ നടുക്ക് കണ്ടിട്ടാണ് ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഈ പുഴയുടെ അരിയത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം ഞങ്ങൾ ഓർത്ത് ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്ത്. ശരിക്കും പറഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കാനായിട്ടല്ല വന്നത്, ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയിട്ട് വന്നതാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ദാഹം കൊണ്ടിട്ട് ഞാൻ 3-4 ലൈം ജ്യൂസൊക്കെ കുടിച്ച്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള മഴ വന്നത്. മഴ വന്നപ്പോൾ കയറി നിൽക്കാൻ സ്ഥലവുമില്ല. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലാണ് കയറി ഇരുന്നത്. പിന്നെ ഫുഡ് കഴിക്കാൻ ഓർത്ത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് ഒക്കെ? ചട്ടിച്ചോറാണ് ഞാൻ കഴിക്കണത്. ബീഫുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, ചിക്കനുണ്ട്, ഞണ്ടുണ്ട്, കുമ്പളങ്ങ മോരുകറിയുണ്ട്, കേബേജ് ഉണ്ട്, അച്ചാറുണ്ട്, സാലഡ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോറ് കാണില്ല. ഇതൊരു ബോട്ടാണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും ബോട്ടിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നുണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവർ കൊടുക്കണത്, ക്യാൻറ്റീനായിട്ട് ഉപയോഗിക്കണത്. പിന്നെ കറികളൊക്കെ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഷാപ്പ് കറി, വീട്ടിലെ കറി ആ ഒരു ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഒന്നിനൊന്നോട് മെച്ചം. അത് ടേസ്റ്റ് ഉണ്ട് നല്ല. പക്ഷേ ഞാൻ 4 ഗ്ലാസ് ലൈം ജ്യൂസ് കുടിച്ച്. 4 ഗ്ലാസ്സാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നേ. ഈ വീഡിയോയിൽ തള്ളണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തള്ളാനല്ല, ഞങ്ങളിവിടെ വന്നപ്പോൾ വെയിലുണ്ടായപ്പോൾ നല്ല ദാഹം ഉണ്ടായപ്പോൾ ഞങ്ങൾ ലൈം ജ്യൂസ് കുടിച്ചപ്പോൾ പിന്നെ എനിക്ക് വിശക്കണില്ല. വിശക്കാത്തതുകൊണ്ടിട്ടാണ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കണത്. അതല്ല ചട്ടിച്ചോറ് വാങ്ങിച്ചത്, അതല്ല ചട്ടിച്ചോറ് കഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചണം. ഒരിടക്ക് ചട്ടിച്ചോറ് ഇറങ്ങിയ സമയത്ത് മാത്രമേ ഞാൻ ചട്ടിച്ചോറ് കഴിച്ചിട്ടുള്ളൂ, പിന്നെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടപ്പോൾ എല്ലാവരും ചട്ടിച്ചോറ് കഴിക്കണുണ്ടപ്പോൾ ചട്ടിച്ചോറ്. എല്ലാവരും ഈ സ്ഥലത്ത് ഭക്ഷണം കഴിക്കാനും പിന്നെ ചൂണ്ടയിടാൻ അങ്ങനെയൊക്കെയാണ് വന്നേക്കണത്. ശരിക്കും ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പോലത്തെയാണ് അല്ലേ ചേട്ടാ ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അവിടെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടാ വീഡിയോ ഒക്കെ പിടിക്കാം. പക്ഷെ നടന്നില്ല, കാരണം അവിടെ ഭയങ്കര മഴയായിരുന്നു. ഒട്ടും സ്ഥലവുമില്ല എവിടെയും കയറി നിൽക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നോർത്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് മഴക്കോട്ടൊക്കെ എടുത്തിട്ടിട്ട് പോകുന്നത് ഞങ്ങൾ പറവൂർ വഴിയാണ് പോകുന്നത്. അപ്പം ചേട്ടായി പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെ എന്താണ് ചെറായി ബീച്ചിൽ കയറാം. അപ്പം എന്താണ് ഇടയ്ക്കെത്തിയപ്പോൾ ആ ഒരു വശത്ത് മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ, ഇങ്ങോട്ട് ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാഗിൽ നിന്ന് കുടയൊക്കെ എടുത്തിട്ട് നട്ടാറം വെയിലെത്താണ് അതേ ഈ ഒരു ചെറായി ബീച്ചിൽ നിൽക്കുന്നത്. ബീച്ചിൽ അതേ നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ചെറായിലൊക്കെ മിക്കപ്പോഴും പോകണതല്ല, അവിടെ ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. കാരണം അന്നത്തെ പോക്ക് വെറുതെ ആയിപ്പോയി എന്ന് സാരം.